അങ്ങനെ ഈ കാത്തിരുന്ന് ആ ദിവസം വന്നിട്ട് മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു പോയാലേ. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം ഇത്ര നാളായോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയ രീതിയിലാണ് പരിപാടിയൊക്കെ നടത്തിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ചേട്ടനും അവന്മാരും ഏകദേശം സെയിം ആയിട്ടുണ്ട്. ഞാനും റേസുമോളും നല്ല കട്ടയ്ക്ക് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേസുമോളെ ഒരുക്കിയ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഫിഫ കേക്സിൻ്റെ കേക്കാണ്. അപ്പോൾ ഒരു ഇത്തയാണ് അത് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ആ ഇത്തയുടെ നിന്നാണ് കേക്ക് മേടിക്കാറുള്ളത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ആൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തു തരും കേട്ടോ. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തു. പിന്നെ ഒരു 10 വയസ്സ് വരെയൊക്കെ ഇവർ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അവരൊരു ഡ്രസ്സ് പോലെ ഇടുന്ന എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ എല്ലാ പരിപാടികളും നമ്മൾ ഗ്രാൻഡ് ആക്കാനായിട്ട് നമ്മൾ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കണ പോലെ ആവണം എന്നില്ല, എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലായാലും നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാം ആഘോഷിച്ചിട്ട് നമ്മുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ഈ ഒരു ഡ്രസ്സിൽ എനിക്ക് കളിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളത് പള്ളിയിൽ കളിച്ച ഡാൻസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം അതൊക്കെ സെറ്റായി. പിന്നെ പരിപാടി തീരാറായപ്പോഴേക്കും ഫാമിലി ഫുൾ ഓണായിട്ടോ. പിന്നെ അവരുടെ കൂടെയും കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോസിലൂടെ എല്ലാം പറയാം. ഓക്കെ, ബൈ.